അമേരിക്ക ഇറാൻ സംഘർഷത്തിനെ തുടർന്ന് അന്താരാഷ്ട്ര മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർന്നു തന്നെയാണ് നിൽക്കുന്നത്. ഇതുമൂലം അമേരിക്കൻ ഡോളറിൻ്റെ ആവശ്യകതയും ഉയർന്നാണ് നിൽക്കുന്നത്. അമേരിക്കൻ ഡോളറിൻ്റെ ഡിമാൻഡ് കൂടിയപ്പോൾ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം അങ്ങ് കുറഞ്ഞു. ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം പിടിച്ചു നിർത്തേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യകതയാണ്. ഇല്ല എങ്കിൽ ഇവിടെ ക്രമാതീതമായി പണപ്പെരുപ്പമുണ്ടാകും. അതിലേക്ക് വേണ്ടി RBI ഈ മാസം തന്നെ അവരുടെ കയ്യിലുള്ള ധാരാളം അമേരിക്കൻ ഡോളർ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിറ്റഴിച്ചു. എന്നാലും നമ്മുടെ ഇന്ത്യൻ റുപ്പിയുടെ മൂല്യം പിടിച്ചു നിർത്താൻ അവർക്ക് സാധിച്ചില്ല. ഈ സമയത്താണ് നമ്മുടെ പ്രധാനമന്ത്രി നമ്മുടെ ജനങ്ങളോട് 7 നിർദ്ദേശങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത്. ആ 7 നിർദ്ദേശങ്ങൾ ഇതൊക്കെയാണ്. പരമാവധി വർക്ക് ഫ്രം ഹോം നടപ്പിലാക്കാൻ ശ്രമിക്കുക, പാചക എണ്ണയുടെ ഉപയോഗം കുറയ്ക്കുക, പെട്രോൾ ഡീസൽ ഉപഭോഗം കുറയ്ക്കുക, 1 വർഷത്തേക്ക് സ്വർണം വാങ്ങാതിരിക്കുക, വിദേശ യാത്രകൾ കഴിവതും ഒഴിവാക്കുക, രാസവളങ്ങൾ ഉപയോഗിക്കാതെയുള്ള നാച്ചുറലായിട്ടുള്ള കൃഷി രീതികൾ തുടരുക. ഈ 7 നിർദ്ദേശങ്ങളാണ് പ്രധാനമന്ത്രി നമ്മുടെ മുന്നിൽ വെച്ചിരിക്കുന്നത്. എന്നു പറഞ്ഞാൽ നമുക്ക് നമ്മുടെ നാടിന് വേണ്ടി നമ്മുടെ സമ്പദ് വ്യവസ്ഥയെ പിടിച്ചു നിർത്താൻ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ് ഈ 7 കാര്യങ്ങൾ. എന്നാൽ ഈ 7 കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ രൂപയുടെ മൂല്യം തിരിച്ചു പിടിക്കാൻ സാധിക്കുമോ? ഒരിക്കലുമല്ല. RBIക്കും ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതും അവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. പ്രത്യേകിച്ച് വിദേശ നിക്ഷേപങ്ങൾ ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി ധാരാളം പരിപാടികൾ RBI ആസൂത്രണം ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യവും മനസ്സിലാക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരേക്കും ബൈ.